ഇതിനകത്തെ ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? ദാ കമ്മൽ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനോ കസിൻസിനോ കമ്മൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? എത്ര ചെറിയ കമ്മലാണെങ്കിലും അത് കൊടുക്കുന്ന രീതി, അതായത് നല്ല പ്രസൻറ്റബിൾ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസം. അങ്ങനെ ഈ അടുത്ത ആർക്കെങ്കിലും കമ്മൽ ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണ് ഇത്. ഞാനൊരു ഐവറി ഷീറ്റ് എടുത്തിട്ട് ഈ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് ഒരു ടെംപ്ലേറ്റ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഈ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ടാസ്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ കാര്യമായിട്ട് പണികളൊന്നുമില്ല. ജസ്റ്റ് ഈ കാണുന്ന പോലെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈൻസ് ഒക്കെ ഇങ്ങനെ നല്ല പോലെ ഒന്ന് ക്രീസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലാപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കട്ട് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 3 സെൻറ്റിമീറ്റേഴ്സ് വിട്ടിട്ടാണ് ആ ഒരു സ്ലിറ്റ് കട്ട് ചെയ്തെടുത്തത്. ആ ഒരു ഫ്ലാപ്പിൻ്റെ പീസ് കറക്റ്റായിട്ട് അകത്തോട്ട് കയറുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കമ്മലിട്ട് വെക്കാനുള്ള 2 ഹോൾസ് കൂടെ മുകളിലത്തെ ഫ്ലാപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമ്മുടെ മെയിൻ ഐറ്റം കമ്മൽ അതിനകത്തോട്ട് കറക്റ്റായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ചെയ്യുന്ന ആളെ എന്തെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ താഴെയുള്ള സ്പേസിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട് എഴുതി എന്നിട്ട് ഈ കാണുന്ന പോലെ ഇത് അടയ്ക്കുക. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സാറ്റിൻ റിബൺ കൊണ്ട് ഇതിന് ചുറ്റും ഒരു ബോ കൂടെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളൊരു കമ്മൽ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കിട്ടുന്ന ആൾക്കും ഒരു പ്രത്യേക കൗതുകമായിരിക്കും. ഇത് കമ്മൽ കൊടുക്കാൻ മാത്രമല്ല, നമുക്ക് കീ ചെയിൻ ഗിഫ്റ്റ് ചെയ്യാനും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടോന്നും ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി.